ഇല്ലാതെയാകണം. അത് മറ്റൊന്നും പറയണ്ട, അത് നമ്മളെ ഏറ്റാണ് ഭയങ്കര വിഷയം കാണുന്നുണ്ട്. ഇതേ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ആയുസ് കുറയും, അത്രയും പ്രശ്നം കാണണം. ശാരീരികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ വരാണ്ട്, അള്ളാഹു കാക്കട്ടെ. നിങ്ങളിതിപ്പോ താൽക്കാലികമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 3000 ചില ഉറുപ്പ് വരും താൽക്കാലികമായിട്ട്. പിന്നെ ഈ പഞ്ചലോകത്തിന്റെ തകട് ചെയ്യാൻ ഒരു ഗ്രാമെങ്കിലും വേണം, ഏറ്റവും ചുരുങ്ങിയത്. അപ്പൊ അത് 7800 ഉറുപ്പ്യാവും. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മരിക്കോളം ഒരു വിഷയം ഉണ്ടാവില്ല. ഇത് ബാത്തിലാക്കിയിട്ട് എന്ത് ചെയ്യണം, താത്താന്റെ കാര്യങ്ങൾ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ഏകദേശം ഒരു 10-18 വയസ്സ് പ്രായമായിരിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ അത്ര പോലും ബോധ്യമില്ലാത്ത, ആലോചിച്ച് നോക്കൂ നിങ്ങൾ, കേവലം ഒരു വിദ്യാർത്ഥിയാണ് ഈ കുട്ടി. ഇവിടെ നല്ല കഴിവും സംസാരിക്കാനുള്ള പ്രാപ്തിയും കാര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്താനുള്ള കഴിവുമെല്ലാം ഈ കുട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടിയുടെ ഞാൻ ഈ പറയുന്ന ഈ വീഡിയോ 1 ലക്ഷത്തിലേറെ ആളുകൾ കണ്ടു കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോയാണ്. ഇവിടെ എന്നിട്ട് പോലും നമ്മളുടെ സമൂഹത്തിലെ ആളുകൾക്ക് ഈ പൊട്ടന്മാരായ ഈ വിഡ്ഢിവേഷം ധരിക്കുന്ന, അതോടൊപ്പം പൗരോഹിത്യ വേഷം ധരിക്കുന്ന ഈ ആളുകൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. മാത്രമല്ല നമ്മുടെ വീടുകളിലെ വീട്ടമ്മമാർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. ഒരു കോട്ടൺ ലേസം മഞ്ഞപ്പൊടി തേക്കുക, എന്നിട്ട് നല്ല ചുട്ടിയിട്ട് കത്തിക്കുക, കത്തിച്ചിട്ട് തിരിയാക്കുമ്പോൾ കെടുത്തുമ്പോൾ പുക വരും. ആ പുക ശ്വസിച്ചപ്പോൾ തലവേദന മാറും. പിന്നെ തലവേദന ജന്മത്തിലുണ്ടേ വരില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കാണുന്നില്ല തങ്ങൾ, ഇപ്പൊ ഞങ്ങളെ കാണുന്നില്ലേ, നിങ്ങൾ ഇന്നെ കാണുന്നുണ്ട്. ആ തലവേദന മാറാനല്ലേ മരുന്ന് പറഞ്ഞത്. മഞ്ഞപ്പൊടി ഒരു കോട്ടൺ തുണി, ചെറിയൊരു കോട്ടൺ തുണിയിൽ നല്ല തേക്കുക. അപ്പൊ എന്ത് ചെയ്യുക, അത് നല്ല ചുട്ടിയിട്ട് കത്തിക്കുക, കത്തിച്ചിട്ട് അത് കെടുത്ത് തന്നെ ചോദിക്കല്ലേ, കെടുത്തിട്ട് അതിന്റെ പുക ശ്വസിച്ചാണ് തലവേദന. ഭർത്താവ് അയക്കുന്ന പൈസ മുഴുവനായിട്ട് കൊണ്ട് കൊടുക്കുന്നത് ഈ പറയുന്ന അമീദ് ആറ്റക്കോയ നടത്തിക്കൊണ്ടിരിക്കുന്ന നൂറെ ഹബീബ് മജ്ലിസിലേക്കാണ്. ആഗ്രഹങ്ങൾ മുഴുവനും വെളിപ്പെടുത്തി, മാത്രമല്ല എന്തൊക്കെയാണോ മുറാദ് അത് മുഴുവനും എത്രയും പെട്ടെന്ന് സാധ്യമാകുമെന്ന് ഈ വിഡ്ഢികളെ ഇയാൾ വിശ്വസിപ്പിക്കുന്നു. ആലോചിച്ച് നോക്കണം. നമ്മൾ പഴയ കാലത്ത് സ്കൂളിൽ പഠിച്ച ഒരു പാഠമുണ്ട്, നഗ്നത. നഗ്നതയോടെ രാജാവ് നോക്കൂ, ആ രാജാവ് വലിയ ഒരു വസ്ത്രഭ്രാന്തനായിരുന്നു. ഏറ്റവും ഭംഗിയുള്ള വസ്ത്രം, വിലപിടിപ്പുള്ള വസ്ത്രം കൊണ്ട് തൻ്റെ നഗ്നത മറച്ചു തരണമെന്ന് പറഞ്ഞ്, ആലോചിച്ച് നോക്കൂ, ഏറ്റവും മുന്തിയ വസ്ത്രം നിങ്ങളെ ഉടുപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും വിളവന്മാരായ ഒരു വിഭാഗം ആളുകൾ വന്ന് വസ്ത്രമൊക്കെ ധരിപ്പിക്കുന്നത് പോലെ കാട്ടിക്കൂട്ടി അല്ലേ. അങ്ങനെ അയാൾ ശരിക്കും പല്ലക്കിൽ യാത്രയാകുന്നു അല്ലേ. എല്ലാ ആളുകളും ഇങ്ങനെ നോക്കി നിൽക്കുന്നു. കാരണം രാജാവിൻ്റെ വസ്ത്രം വളരെ ഭംഗിയായിട്ടുണ്ടല്ലോ എന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. ഓക്കെ അതെ എന്ന് പറയുന്നത് പോലെ എല്ലാവരും തലയാട്ടുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. എതിർത്ത് പറയാൻ വയ്യല്ലോ, രാജകൽപ്പനയല്ലേ. അപ്പോൾ സരസ് തന്നെ പോകുമല്ലോ. പക്ഷേ 10-12 വയസ്സായ അല്ലെങ്കിൽ ഒരു 10-16 വയസ്സായ ഒരു കുട്ടി മാത്രമാണ് ഈ പറയുന്ന തികഞ്ഞ ഈ അയാളുടെ നഗ്നത വെളിപ്പെടുത്തി നടന്നു പോകുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നത് രാജാവ് ഉടുതുണി ഉടുക്കാതെ ഈ രാജാവ് യാത്രയാകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ യൂട്യൂബിലോ അല്ലെ ഓൺലൈനിലൊക്കെ ഉള്ളവര് രക്ഷപ്പെടും, അങ്ങനത്തെ ടൈം ആയിരുന്നല്ലോ. അന്ന് തുടങ്ങിയതാണ് നൂറെ ഹബീബ് എന്ന ഈ ആത്മീയ മജ്ലിസ്. അപ്പൊ അന്ന് എന്താ വലിയ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഇങ്ങനെ ഫോൺ ഇങ്ങനെ ചാരി വെച്ചിട്ട് അങ്ങനെ ഒരു ലൈവാണ് ആദ്യം തുടങ്ങിയത്. അപ്പൊ അന്ന് തങ്ങളുപ്പാപ്പാനോട് ചോദിച്ച്, തങ്ങളുപ്പാപ്പ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ തങ്ങളുപ്പാപ്പാന്ന്. അപ്പൊ തങ്ങളുപ്പാപ്പന്റെ മറുപടി, ഒരുപാട് പൈസ കിട്ടുന്നു. അപ്പൊ ഞാൻ എല്ലാം ബാക്കോട്ട് അടിച്ചു. കാരണം പൈസ കിട്ടുമ്പോ മനസ്സിൽ ഇഖ്ലാസ് കുറഞ്ഞു പോകും അല്ലെ. ഇഖ്ലാസ് കുറഞ്ഞാല് നാളെ അല്ലാഹുവിന്റെ കോടതി ഉടുത്തുണിക്ക് മറുതുണിയില്ലാതെ കാലിൽ ചെരുപ്പില്ലാതെ കോടാനക്കോടി ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന നാളത്തെ മനുഷ്യറയുണ്ട്. അല്ലാഹുവിന്റെ കോടതിയുടെ ഉത്തരം പറയാൻ എനിക്ക് കഴിയില്ല. വീണ്ടും യൂട്യൂബിൽ ഒരു ദിവസം 10 ആളെ കൊണ്ടെങ്കിലും ഒരാൾ ചെയ്യിക്കണം. നമ്മളൊക്കെ ഇഷ്ടമാണ്, ഇഷ്ടമാണ്. അതിന് 10,000 സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന പരിപാടി ലൈവ് കിട്ടുന്ന 1000 സബ്സ്ക്രൈബ് ആവട്ടെ. നിങ്ങളൊക്കെ ആക്കണേ, നിങ്ങളൊക്കെ ഒന്ന് രംഗത്തിറങ്ങണം കേട്ടോ ഈ ഒരു വിഷയത്തിൽ. അത് ശരിയാണ് തങ്ങളിപ്പ എന്നതുപോലെയാണ് യഥാർത്ഥത്തിൽ ഈ 18 വയസ്സുകാരൻ കുട്ടിയാണ് ഇന്ന് സമൂഹത്തിൽ കേവലം ഒരു 100 ഹബീബിന്റെ മാത്രമല്ല, അയാളുടെ അനുജനും രംഗത്ത് വന്നിരിക്കുന്നു, ജൂനിയർ ആയിട്ടുള്ള. അപ്പൊ ഇതൊക്കെ ഈ കുട്ടി വളരെ വ്യക്തമായിട്ട് തന്നെ സമൂഹത്തിന്റെ മുമ്പിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ.
ഈ വീഡിയോ നിങ്ങൾ ആദ്യം വെച്ചതും കണ്ടു നോക്കൂ, വേറെ ഈ വീഡിയോയും ഒന്ന് കണ്ടു നോക്കൂ. ആളുകൾ അങ്ങനെ ചെല്ലാം, ഒരു കഥയില്ലാതെ എന്താന്ന് പോലും മനസ്സിലാക്കാതെ കുറെ സ്ത്രീകളാണ് ഇയാളെ മെയിൻ കരുത്ത്. ഇവരുണ്ടാവും, എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവും. നിങ്ങളെ വീട്ടിലേക്ക് നിങ്ങളമാര് ഈ സംഭവം കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയാ, എങ്ങനെങ്കിലും അത് കാണണ്ടെന്ന് പറഞ്ഞാലുണ്ട്. നിങ്ങൾക്ക് ചെല്ലേണ്ടതൊക്കെ ഒറ്റയ്ക്ക് ചെല്ലിക്കോളൂ. ഇത് എന്താ പറയണ്ടെന്ന് പോലെ അറിയാം. ഒരു സ്ത്രീനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇന്നെ പറഞ്ഞാൽ പൊരുത്തപ്പെട്ടില്ല, റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയാണ്, അങ്ങനെയൊക്കെയുള്ള പറയണേ. പ്രവാചകർ എങ്ങനെയായിരുന്നു, എല്ലാതും പൊരുത്തപ്പെട്ടെടുക്കുന്ന ആള്. ഇതങ്ങനല്ല. ഇന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഞാനത് പൊരുത്തപ്പെട്ടെടുക്കൂല. ഇങ്ങനെ മരിക്കും, അങ്ങനെ മരിക്കും. ഒരു സ്ത്രീ അവിടെ ക്യാൻസർ വന്ന് വയറ് പൊട്ട് മരിച്ചു, എന്തൊക്കെ പറയണേ. അതേപോലെ എന്താ ചെല്ലേണ്ടത് അറിയില്ല, എന്താ ചെല്ലണ കാര്യം അറിയില്ല. സത്യം പറഞ്ഞ ഒരു അറിവോ കാര്യമൊന്നുമില്ല. ഓക്കെ, അറിവും കാര്യങ്ങളില്ലെങ്കിലും ഇനിയിപ്പോ തങ്ങളാണെന്നുണ്ടെങ്കിലും ഒക്കെ തങ്ങൾ തന്നെയാണ്. അപ്പോ ആ രീതിയിൽ നിൽക്കണ അറിവില്ലെങ്കിൽ, അറിവില്ലാതെ നിന്നിട്ടും അറിവുണ്ട് എന്നുള്ള നിലക്ക് വലിയൊരു സമൂഹത്തെ നയിക്കാനൊന്നും അപ്പൊ നിൽക്കരുത്. ഒന്നെങ്കിൽ അതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് പഠിക്കണം. എന്തൊക്കെ ചെല്ലേണ്ടത്, എന്തൊക്കെ പറയേണ്ടത്. ഖുർആൻ വരെ തെറ്റോദ്യ ഇതുണ്ട്. അപ്പൊ അതൊക്കെ പഠിക്കണം. എന്നിട്ട് അല്ലാതെ ഇതൊന്നും അറിയാതെ വലിയൊരു സമൂഹത്തെ നയിക്കാന് എത്ര ആളുകളാണ്, ആയിരങ്ങളും 40,000 50,000 ഒക്കെ തോന്നുന്നുണ്ട് ഇയാളെ ഒരു ദിവസത്തെ. ആലോചിച്ച് നോക്കും. മാത്രമല്ല ആദ്യമൊക്കെ ഇയാളോട് ഈ യൂട്യൂബ് തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും നമ്മൾക്ക് ഇഖ്ലാസ് കുറക്കും എന്നൊക്കെ പറഞ്ഞ ഇയാൾ ഇപ്പോൾ കണ്ണിൽ എന്താ തേച്ചിട്ട്, കണ്ണിൽ പ്രത്യേക സാധനങ്ങൾ, ഗ്ലിസറിൻ പോലെയുള്ള സാധനങ്ങളൊക്കെ ഒഴിച്ച് നോക്കൂ, ആ നടത്തി കണ്ണുനീര് ഒലിപ്പിച്ച്. ഇത് ഒട്ടനേകം ഉസ്താദുമാർ, ഇപ്പോൾ ഈ സിറാജുദ്ദീൻ കാശ്മിയെ പോലെ അങ്ങനെ തന്നെ പറയണം. കാരണം പെട്ടെന്ന് നൈമിഷികമായ കണ്ണുനീര് വരുത്തി മുസ്ലിം സമൂഹത്തിലെ ഈ ഉസ്താദ് വേഷം അണിഞ്ഞ ആളുകൾ നോക്കിയാൽ മതി, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. ശരിയാണ്, അത് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതിന് മുമ്പത്തെ മജ്‌ലിസിലൊന്നും ഞാൻ എത്തിയിട്ടില്ല, ശ്രദ്ധിക്കപ്പെട്ടില്ല. അയാള് കണ്ട കാര്യമാണ് പറയുന്നത്. കൂടെ നിന്ന ആളാണ്. വിക്സ് എടുക്കുക, കണ്ണില് തേക്കുക ദ്വാരക്കണ സമയത്ത്. അപ്പൊ ഇവര് പറയണാകുമ്പോത്തിന് കണ്ണിന്നൊക്കെ വെള്ളം ഒഴിച്ച് തങ്ങളിപ്പാപ്പന്റെ ഇഖ്ലാസൊക്കെ തന്നാലെ പുറത്തു വരും. എന്താ ഇതിനൊക്കെ ചെയ്യുക? ഇതിനൊക്കെ തടയിടാൻ ആരുമില്ല. ആളുകളങ്ങനെ ചെല്ലാം, ഒരു കഥയില്ലാതെ എന്താന്ന് പോലും മനസ്സിലാക്കാതെ കുറെ സ്ത്രീകൾ ഈ കണ്ണുനീർ ഒലിപ്പിക്കുന്ന ഓരോ വീഡിയോക്കും ഈ പറയുന്ന ഉസ്താദുമാർക്ക് കിട്ടുന്നത് 100 കണക്കിന് K-ന്റെ മേലെയാണ്. കണ്ണുനീര് ഒലിപ്പിക്കാത്ത വീഡിയോക്ക് ഇത്ര കിട്ടുന്നില്ല. അപ്പൊ എന്നതുപോലെ തന്നെയാണ് ഈ പറയുന്ന ആറ്റക്കോയ വളരെ ബുദ്ധിപൂർവമാണ് ഇപ്പോൾ കണ്ണീര് ഒലിച്ചുകൊണ്ടാണ് സർവ്വ വീഡിയോകളും ചെയ്യുന്നത്. അതിൻ്റെ രഹസ്യവും സത്യവും ഒക്കെ ഈ പറയുന്ന 10-16 വയസ്സുകാരൻ മനസ്സിലാക്കിയിട്ട് ചെയ്ത ഒരു വീഡിയോയാണ് ഇപ്പോൾ 200 K-യിലേക്കോ മറ്റോ അടുക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ അത്രമാത്രം ഈ കുട്ടിയുടെ ഒറ്റ വീഡിയോ മതി ഇന്ന് സമൂഹത്തിലെ ആദർശ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന. നോക്കൂ, മുജാഹിദായാലും ജമാഅത്തായാലും സലഫികളായാലും അല്ലേ, ഇവരൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ എത്രയോ ഫലപ്രദമായിട്ട് ആളുകൾ ഈ കുട്ടിയുടെ വീഡിയോ സ്വീകരിച്ചിട്ടുണ്ട്, ഏറ്റെടുത്തിട്ടുണ്ട് എന്നതാണ് ഇതിന് കിട്ടിയിട്ടുള്ള ഈ വൈറൽ വീഡിയോക്ക് പ്രാധാന്യം. ആ കുട്ടി പറയുന്നത് ഒന്നുകൂടെ നിങ്ങൾ കേട്ടു നോക്കൂ. കണ്ടില്ലേ, നിങ്ങൾ കേട്ടില്ല? ഇപ്പോൾ ആ കുട്ടി പറയുന്നതും, ആ കുട്ടി ഈ പറയുന്ന നൂറ് ഹബീബിനെ കുറിച്ച്, നൂറ് ഹബീബ് നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പുകളെ കുറിച്ച്, അതോടൊപ്പം തന്നെ ആ നൂറ് ഹബീബ് തന്ത്രപരമായിട്ട് ഈ സ്ത്രീകളെ കയ്യിലെടുത്തിട്ടുള്ള തട്ടിപ്പുകളെ കുറിച്ച്, ആ സ്ത്രീകളെ കൊണ്ട് പറയിപ്പിക്കുന്ന തേൻ വിൽപ്പനയെക്കുറിച്ച്, എന്തിനേറെ പറയണം, എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായും കൃത്യമായും അവതരിപ്പിക്കുന്നു. ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടനേകം വേഷവിധാനത്തോടുകൂടെ അല്ലേ, വളരെ ബുദ്ധിമാനായിട്ടുള്ള പണ്ഡിതൻ പോലും പറഞ്ഞാൽ ഫലവത്തിൻ്റെ ഇത്രയും വലിയ വളരെ ശക്തിമത്തായിട്ട് തന്നെ ഈ എന്താ പറയുക, നമ്മുടെ അൻസാരി ഷോരി ഉസ്താദ് പറയുന്നുണ്ട്, അതിനൊന്നും ഇത്ര റീച്ചോ ഫലപ്രദമോ ആകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവർ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന അവസ്ഥക്കൊക്കെ കാരണക്കാർ. ഇപ്പോൾ ഉദാഹരണം, ഇന്ന് കാണുന്ന ഈ പറയുന്ന മജ്‌ലിസുകളൊക്കെ നിലനിൽക്കുന്നത് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ കൊണ്ടാണ്. അത്തരത്തിലുള്ള മജ്‌ലിസുകൾ നിലനിർത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന വിഭാഗം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ അൻസാരി സുഹരിയുടെ ആളുകളും. അതുകൊണ്ട് തന്നെ ലിമ തഖൂലൂന മാലാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കാത്തത് നിങ്ങൾ പറയരുത്. അപ്പോൾ ഈ പറയുന്ന ഉസ്താദുമാർ എത്ര പറഞ്ഞാലും അതിനൊന്നും ഇത്ര റീച്ചോ ഇത്ര പ്രസക്തിയോ വരികയില്ല. ഈ കുട്ടിയുടെ വീഡിയോയാണ് അത് വളരെ ഫലപ്രദമായിട്ട് ആളുകളിലേക്ക് എത്തുന്നത്, സ്വാധീനിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് യൂട്യൂബിൻ്റെ അൽഗോരിതം ഒരു വലിയ എന്താ പറയുക റീച്ച് ജനങ്ങളിലേക്ക്, ഈ അന്ധവിശ്വാസങ്ങൾ ഏറ്റെടുത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ മുസ്ലിം സമൂഹത്തിലേക്ക്
എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ. ഇനി ഇതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, വളരെ ഫലവത്തായ രീതിയിലാണ് ഈ കുട്ടി ഈ പറയുന്ന ആറ്റക്കോയയുടെ അല്ലേ തന്ത്രങ്ങളെ മുഴുവനായിട്ട് പൊളിച്ചു കളഞ്ഞ് അല്ലേ ശരിക്കും എന്താ പറയുക പെട്ടിയിലടക്കി എന്താ പറയുക നമ്മൾ പറയുമല്ലോ മയ്യത്ത് മറയടക്കുന്നത് പോലെ മണ്ണിൽ അടക്കുന്നത്. എന്നിട്ടും തിരിച്ചറിയാൻ ആവാത്ത കൗമിന് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ, ഞാൻ വിശുദ്ധ ഖുർആൻ തന്നെയാണ് പറയുന്നത്, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹ, അവർക്ക് ഹൃദയമുണ്ട് പക്ഷേ അവരൊന്നും കാണുന്നില്ല, പഠിക്കുന്നില്ല. വലഹും അഹ്യുനുൻ ലാ യുബ്സിറൂന ബിഹ, കണ്ണുണ്ട് കാണുന്നില്ല. ഉലൈക കൽ അന്നാമി ബൽഹും അദൽ, മൃഗങ്ങളെക്കാൾ താഴെയാണ് എന്ന് പറഞ്ഞ പരിശുദ്ധ വചനമുണ്ട്. അപ്പോൾ എന്താണ് സത്യത്തിൽ ഈ ആളുകൾ, ഈ മുസ്ലിം സമൂഹം ഇത് തിരിച്ചറിയാത്തത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഇന്ന് നമ്മളുള്ളത്. ഇതിൻ്റെ ഈ പറയുന്ന ഈ മജ്ലിസ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുമ്പോൾ അതിൻ്റെ ബെനിഫിഷ്യറി ഗ്രൂപ്പ് കുറച്ച് ആളുകൾ മാത്രമാണ്. അവരാണ് ഈ തട്ടിപ്പ് നടത്തുന്നത്. പിന്നെ ഈ പറയുന്ന ആ വലയിൽ പോയി വീണുകൊണ്ടിരിക്കുന്ന ആ പാറ്റകൾ, വിഡ്ഢികളായ ആ പാറ്റകൾ സ്വാഭാവികമായിട്ടും അവർക്ക് നക്കാപ്പിക്കാൻ എന്തോ കിട്ടുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. മാത്രമല്ല ഇപ്പോൾ ഈ ആറ്റക്കോയ അമീർ ആറ്റക്കോയക്കെതിരെ ആര് വിരൽ ഉയർത്തിയാലും അവരെയൊക്കെ ഞാൻ നശിപ്പിക്കും, അല്ലെങ്കിൽ അവരെയൊക്കെ മാരണം ചെയ്ത് കൊല്ലും, അല്ലെങ്കിൽ ഓരോ സ്ത്രീകളെയും ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം ഞാൻ പറയുന്നതിനെ കളിയാക്കിയാൽ പരിഹസിച്ചാൽ കുടലിലെ ക്യാൻസർ വരുത്താനുള്ള കഴിവുണ്ട് എനിക്ക്. മാത്രമല്ല ഞാൻ ഒരിക്കലും ഞാൻ കോപിച്ചാൽ ഞാൻ നിങ്ങളോട് ആരോടും പൊറുക്കുകയില്ല. ആ കുട്ടി അത് എടുത്തു പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലാകുന്ന പ്രവാചകൻ എല്ലാം പൊറുക്കുന്ന വ്യക്തിയായിരുന്നു. അതോടൊപ്പം തന്നെ അള്ളാഹു ആവട്ടെ പരിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞു അള്ളാഹുവിൻ്റെ ഒരു ക്വാളിറ്റി അത് അവൻ്റെ അടിമകൾക്ക് കൊടുത്തിട്ടുള്ളതാണ്. എന്നാണ് വിട്ടുവീഴ്ചയുടെയും പൊറുക്കലിൻ്റെയും ഇല്ലേ. അതുകൊണ്ടാണ് കുല്യാ ഇബാദി അല്ലദീന അസ്റഫു അല അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ല, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ തൊട്ട് നിങ്ങൾ എത്ര പാപികളായാലും നിങ്ങൾ ആശ മുറിയരുത് എന്നാണ് അള്ളാഹു കൽപ്പിച്ചത്. പക്ഷേ ഈ ആമിദ് ആറ്റക്കോയയും അനുജൻ ഏതോ ഒരു കോയയും അത് പൊറുക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വീണ്ടും തങ്ങൾക്കെതിരെ നിങ്ങൾ അതല്ല ഏറ്റവും രസം. ആദ്യം ഇഖ്ലാസ് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബ് പോലും തുടങ്ങാതിരുന്ന ആൾ ഇപ്പോൾ യൂട്യൂബ് തുടങ്ങിയതിനു ശേഷം എന്താ പറയുന്നത്, ഓരോരുത്തരുടെയും മുറാദുകൾ ആഗ്രഹങ്ങൾ സഫലമാവാൻ നോക്കണം, മാരണം ബാധിക്കാതിരിക്കാൻ, 3500 സ്ഥിരമായിട്ട് ഒരു പ്രശ്നവും ബാധിക്കാതിരിക്കാൻ 7800 എന്ന നിരക്കിലാണ് ഇപ്പോൾ ഇദ്ദേഹം ആളുകൾക്ക് എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും അത് ഇയാൾ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ആലോചിച്ച് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.